അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആത്മീയ പൂന്തോപ്പിലെ ആദരണീയ വ്യക്തിത്വം, യുഗയുഗാന്തരങ്ങളിലെ ഇതിഹാസപുത്രൻ, മടവൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന CM വലിയുള്ളാഹി ആരായിരുന്നു? മഹാനവറുകളെക്കുറിച്ച് കുറെ കറാമത്തും മറ്റും പറയുക എന്നതല്ല, കറാമത്തല്ല ഒരു വലിയാണെന്നതിൻ്റെ തെളിവ് അവരുടെ ജീവിതത്തിൽ നല്ല ശുദ്ധിയുള്ള ജീവിതമായിരുന്നു. പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുള്ള ജീവിതം. പിന്നീട് ക്രമേണ ഒരു ജദ്ബിൻ്റെ ഹാലിലേക്കൊക്കെ പോയി കുറച്ച് കാലം ആഷിഖുർ റസൂലായിരുന്നു. മഹാനവറുകൾക്ക് ഏറ്റവും ജീവിതത്തിൽ വെറുപ്പുള്ളത് ബിദഴികളോടായിരുന്നു. ജമ, മുജ, ഖാദിയാനി, തബ്ലീഗ്, ചേകനൂര് അറ്റ അലവലാദികളായ ആളുകളെ ആ പടിക്ക് ചവിട്ടില്ല. അവിടെ ക്യൂ നിൽക്കുമായിരുന്നു. ആദ്യം ഓല വെച്ച വീടുണ്ടായിരുന്നു, മൂപ്പൻ്റെ വീട്, ഓല വീട്. അവിടെ ആയിരുന്നു ആദ്യം. പിന്നീട് വീടൊക്കെ പണിതു. അവിടേക്ക് പിന്നെ മേലേക്ക് അങ്ങോട്ട് ആയി. ഈ സമയത്തൊക്കെ ക്യൂ നിൽക്കും ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്. പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒറ്റ വാക്കുകൊണ്ട് തീർക്കുകയാണ്. പലവരും വരും അവിടെ. പക്ഷെ ആ മഹാനവറുകൾ ആ മുകളിൽ കിടന്നുകൊണ്ട് തന്നെ താഴത്ത് അലി എന്നൊരാളാണ്, നമ്മുടെ സുഹൃത്തായിരുന്നു അന്ന്, പൊരുപ്പെടുത്തുമില്ല ആളെവിടെയെന്ന്. അദ്ദേഹമാണ് ഉള്ളിലേക്ക് മടവൂർ വലിയുള്ളാഹിനെ കാണാൻ വേണ്ടി ഓരോരുത്തരെ കയറ്റിവിടൽ. ആ അലിയായിട്ട് പിന്നീട് ഞങ്ങൾ നല്ല ബന്ധമായി, അൽഹംദുലില്ലാ. പിന്നീട് എനിക്ക് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല വല്ലാതെ. ആ സമയത്ത് ക്യൂ നിൽക്കുന്ന കൂട്ടത്തിൽ മഹാനവറുകൾ മേലെന്ന് പറയും, നാലാമത്തെ ആ വരിയിൽ നാലാമത്തെ നിൽക്കുന്ന ആളെ പറഞ്ഞു വിട്, അവൻ വരണ്ട. അപ്പോൾ അലി ഒന്ന് പറയും, ആ നാലാമത്തെ ആൾ പോയിക്കോളി, തിരിച്ചു പോയിക്കോളി, നിങ്ങൾ കയറണ്ട. അന്വേഷിച്ച് നോക്കുമ്പോൾ ആൾ കടുത്ത വഹാബിയായിരുന്നു. എന്തോ ഒരു പ്രയാസം വന്നിട്ട് പറഞ്ഞു വന്നതാണ്. വഹാബികളാണെങ്കിലും പ്രയാസം വരുമ്പോൾ എല്ലാവരും വരും. രോഗം അങ്ങനെയല്ലേ, എക്കോളജിക്കലായി രോഗം വരുമ്പോൾ വേറെ വഴിയൊന്നുമില്ല. അത്രയും വലിയ കഴിവുള്ള, ആത്മീയമായി വലിയ കശ്ഫുള്ള മഹാനായിരുന്നു CM വലിയുള്ളാഹി. പക്ഷെ ആ വലിയുള്ളാഹിയുടെ പേരും പറഞ്ഞുകൊണ്ട് പല ആളുകളും കോട്ടകെട്ടലും, മടവൂരിൻ്റെ പേരിൽ പ്രത്യേക പാർട്ടി ഉണ്ടാക്കലും ഒക്കെ കാണുമ്പോൾ ജീവിതത്തിൽ കാണാത്തവരൊക്കെ കണ്ടു എന്ന് അഭിമാനം പറയുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. എന്തിനാണിത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് മനസ്സിലാവണില്ല. ബിദഈകളോട് കടുത്ത വെറുപ്പ്. അത് കാരണം അതായിരുന്നു. ബഹുമാനപ്പെട്ട AP ഉസ്താദിനെയൊക്കെ ശംസുൽ ഉലമയൊക്കെ അവിടുത്തെ ബഹുമാനിച്ചതും ആദരിച്ചതൊക്കെ അതുകൊണ്ടാണ്. സമസ്ത രണ്ടായിട്ടില്ല. ആ ഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ കുറിച്ച് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. AP ചുറ്റുനിന്നും വെടിവെച്ചാൽ കൊള്ളൂല, പിന്നെയാണോ പറഞ്ഞാൽ കൊള്ളുക. ഞാൻ നേരിട്ട് കേട്ടാണ്. ഞാനന്ന് പട്ടിക്കാട് ജാമ്യയിലേക്ക് ചേരുന്ന ഘട്ടമാണ്. പടിയത്ത് കുഞ്ഞുമോൻ ഹാജിയുടെ കൂടെയാണ് ആദ്യമായിട്ട് CM വലിയുള്ളാഹിയെ കാണാൻ പോകുന്നത്. വല്ലാത്തൊരാകർഷണീയത തോന്നി. പിന്നീട് ഇടക്കിടക്ക് പോക്ക് തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഞാൻ പേര് പറയാതെ തന്നെ എൻ്റെ പേര് പറയൂ. ഞാൻ അവിടുത്തെ ഇരു കവിളിലും ഉമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അഭിമാനത്തോടെ പറയാണ്. അവരും നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ 4 അയലത്തെത്താൻ പോലും അർഹതയില്ല. അവരുടെ ചെരുപ്പെടുക്കാൻ പോലും അർഹതയില്ലാത്ത ആളാണ് ഞാൻ. പക്ഷെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം ഞാൻ പറയാണ്. വമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹ് ചെയ്ത നിഅമത്ത് എടുത്ത് പറയണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. മടവൂർ CM വലിയുള്ളാഹിയെ ഒരിക്കലും അവിടത്തേക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെ വിളിച്ചു വരുത്തി അതിന് പ്രത്യേക മടവൂർ വലിയുള്ളാഹിയുടെ പേരിട്ടിട്ട് അവിടെ നടക്കുന്ന വിഷയം അപകടമാണ്. പിന്നെ കുരുവട്ടൂർ
മടവൂർ മടവൂര് കോട്ട ഇതൊക്കെ ഒന്ന് തന്നെയാണെന്ന് കുരുവട്ടൂരിലെ നൗഷാദിൻ്റെ ഷെയ്ഖൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. നമ്മുടെ ദീർഘവീക്ഷണമുള്ള നമ്മുടെ മുഖ്ലിസായ പണ്ഡിതന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ നേരത്തെ തന്നെ, അന്നൊന്നൊരു പ്രശ്നം പറയാനില്ല, വേണ്ടത്ര പറയാനുണ്ട്, പക്ഷെ നേരത്തെ തന്നെ മാറ്റി വെച്ചല്ലോ. അവിടെ അവരുമായി അടുക്കരുത്, പ്രവർത്തകർ ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ ഞാനടക്കം പലവരും വിഷമിച്ചിരുന്നു, എന്തിനാണത്. പക്ഷെ ഇപ്പോഴൊക്കെയാണ് വ്യക്തമാവുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മുടെ ആലിമീങ്ങൾ എത്ര വലിയ പരിശുദ്ധരാണ്, എത്ര വലിയ ദീർഘവീക്ഷണമുള്ളവരാണ്. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയും മുഹയ്യസുന്ന പൊന്മള ഉസ്താദും മൗലാന പേരോട് ഉസ്താദും അത്ഭുതപ്പെടുകയാണ്. അവരൊക്കെ എത്ര വലിയ ദീർഘവീക്ഷണത്തോടു കൂടെയാണ്. നേരെ മറിച്ച് ഒന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപാട് പ്രവർത്തകർ അതിൽ പെട്ടുപോയിരുന്നു. ആ ഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അന്നടുത്ത തീരുമാനത്തിൻ്റെ യഥാർത്ഥ ഗുട്ടൻസ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല നിലയിലും. ആരും അതിൽ വഞ്ചിതരാകരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മനപ്പെട്ട സുൽത്താൻ ഉലമയുടെ വളർച്ച മടവൂർ CM വലിയുള്ളാഹിയാണ്. ഉസ്താദ് അവർകൾ ഗണ്ണിക്കാൻ വേണ്ടി വഹാബികളുമായി വാദപ്രതിവാദത്തിന് വേണ്ടി പോകുമ്പോൾ ഏത് ഘട്ടത്തിൽ ഏത് പ്രസംഗത്തിന് പോവുകയാണെങ്കിലും ഉസ്താദ് CM വലിയുള്ളാഹിൻ്റെ അടുത്ത് നിന്ന് വരും. ഉസ്താദ് വന്നാൽ പിന്നെ കുറേ നേരം വാതിലടച്ചു, പിന്നെ കുറേ നേരം അവിടെ ഇരിക്കും. അത്ര ഭാഗ്യം നമുക്കൊന്നും കിട്ടിയിട്ടില്ല. കുറേ നേരം ഇരിക്കും, പിന്നെ വാതിൽ തുറക്കൂല, കുറേ നേരം ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം വന്ന് ചില സമയത്ത് CM വലിയുള്ള വാതിലങ്ങ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ തുറക്കാറുള്ളൂ. ആ സമയത്ത് ബഹുമാനപ്പെട്ട AP ഉസ്താദ് വഹാബികളുമായി വാദപ്രതിവാദത്തിന് പോകുന്ന കാര്യം പറയാൻ വേണ്ടി ദുആ ചെയ്യിപ്പിക്കാൻ വന്നപ്പോൾ കാണാതെ തിരിച്ചുപോയി. ഉസ്താദിന് വലിയ വിഷമമുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഉസ്താദ് പോകുന്ന വഴിയിൽ ഇവിടെ പള്ളിയിൽ കയറി കടന്നുറങ്ങുമ്പോൾ ഉസ്താദ് സ്വപ്നം കണ്ടു, ലാ തഖഫ് ലാ തഹ്സൻ, പേടിക്കണ്ട, വിഷമിക്കണ്ട. ഉസ്താദ് ഗണ്ണനൊക്കെ നല്ല ഉഷാറായി നടത്തി, വാദപ്രതിവാദം ഉഷാറായി തിരിച്ചു വന്നപ്പോൾ CM വലിയുള്ളാഹിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ലാ തഖഫ് ലാ തഹ്സൻ. ഒക്കെ വലിയ അത്ഭുതമല്ലേ. ആരായിരുന്നു അവർ? നമ്മളൊന്നും തിരിയാത്തോണ്ടാണ്, നമുക്കൊന്നും അവരെ ഉള്ളറിയില്ല. അത്ര വലിയ മഹാനായിരുന്നു. പക്ഷെ അവരുടെ പേരിൽ പലതും തോന്നിവാസം കാട്ടിക്കൂട്ടുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. അന്ന് CM വലിയുള്ള ആരൊക്കെ സ്നേഹിച്ചിരുന്നു അവരൊക്കെ അന്ന് ഇവർ വെറുക്കുകയാണ്. AP ഉസ്താദിനൊക്കെ വല്ലാതെ സ്നേഹിച്ചിരുന്നതാണ്. പക്ഷെ എന്നാൽ അവർ AP ഉസ്താദിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് പറയുന്നത്. സുന്നത്ത് ജമാഅത്തിനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു, അതിനൊക്കെ ആക്ഷേപിക്കുകയാണ്, ഇപ്പോൾ കുറ്റപ്പെടുത്തുകയാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഏതായിരുന്നാലും പ്രവർത്തകരായ നല്ലവരായ ആളുകളോട് പറയാണ്, കേൾക്കുന്നതിലൊന്നും പോയി ചാടാതെ നമ്മുടെ ഈമാൻ സംരക്ഷിക്കുക. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ലിബറലിസത്തിനും മറ്റുമൊക്കെ വലിയ സ്ഥാനം നൽകുന്ന കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പലതും കേൾക്കുമ്പോൾ അറിയാതെ അതിനുവേണ്ടി കമൻ്റ് അടിക്കാനും, ഗീബത്ത് പല നിലക്കുണ്ട്. ടൈപ്പ് ചെയ്താലും അത് ഗീബത്ത് തന്നെയാണ്. അവരോട് പൊരുത്തപ്പെടിക്കാതെ ഒരിക്കലും നടക്കൂല. വ്യക്തിഹത്യ പാടില്ല. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാം. ഒരാളെയും വ്യക്തിഹത്യ നടത്തരുത്, മോശമാണ്, അത് പാടില്ല, വലിയ തെറ്റാണത്. നമ്മുടെ ഇബാത്തുകളൊക്കെ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് എല്ലാവരോടും പറയാണ്, വ്യക്തിഹത്യ നടത്തരുത്. പക്ഷേ എതിർക്കാം, കാര്യങ്ങളെ എതിർക്കാം, അത് ആവശ്യമാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരായി എന്ത് കണ്ടാൽ ആ കാര്യത്തിന് നന്നായി എതിർക്കണം, അതിന് മറുപടിയും പറയണം. പക്ഷേ വ്യക്തിഹത്യ നടത്തുന്നത് വലിയ അപകടമാണ്. അതൊരിക്കലും അള്ളാഹു പൊരുത്തപ്പെടില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരോടും പറയാണ്. പല ആളുകളും കമൻറ്റിലൂടെ വന്ന് പലതും പറയാറുണ്ട്. പക്ഷെ അതൊക്കെ ഗൈബത്തായി വരികയാണ്. സൂക്ഷിക്കേണ്ടതാണ്. ആരെയും ഗൈബത്ത് പറയരുത്, കളവ് പറയരുത്. കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊക്കെ. എനിക്ക് കുറച്ച് സ്റ്റാൻഡ് കിട്ടാൻ വേണ്ടി കുറേ കളവ് അറിയാം, ഒക്കെ വളരെ മോശമാണ്. അല്ലാഹു തആല നല്ലതൊക്കെ പറയാനും നല്ലത് ചെയ്യാനും നല്ല വഴിയിൽ നടത്താനും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴി,
അത് മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ, നബിമാർ, സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളൊക്കെ നടന്ന നല്ല വഴിയിൽ നടക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.